ചേട്ടന് മൂക്കിലിടിച്ചോ? സത്യമാണോന്നും എനിക്കറിയില്ല. അവിടെ ചെല്ലുക അറിയത്തില്ല. നമുക്ക് നമ്മളെ പറ്റിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ചേട്ടൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണില്ല. ഒരു കാര്യം ചെയ്തിപ്പം 2, 4, 6 എന്നാ പൈസ ഒന്നും വേണ്ട. സത്യമേ ഉള്ളതാണ്. ഓക്കെ, അത് സാരമില്ല. ഇനി പ്രസവമാക്കി നോമ്പ് നോക്കണം. ഇതെങ്ങനെയാണ് വച്ചിരിക്കുന്നത് വെച്ചാൽ അവിടെയുള്ള ഗ്യാസിൻ്റെ പരാതി കൊടുക്കാം. ചേട്ടൻ ചങ്ങനാശ്ശേരി പോയാൽ എന്താ ഗുണം? അവിടെ നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? ചങ്ങനാശ്ശേരി വീട്ടിൻ്റെ അടുത്തുള്ള അമ്മമാരുടെ പണിയുണ്ട്. ചങ്ങനാശ്ശേരി കവല അവരെ കണ്ട അവർ വണ്ടി കയറ്റി. മാർത്താണ്ഡത്തല്ല പോകേണ്ടത്, തമിഴ്നാട്, തിരുവനന്തപുരം. ഒരു കാര്യം ചെയ്ത് ഒരു പൈസ വേറെ ഉണ്ട്. പക്ഷെ ചേട്ടനിപ്പോൾ വീട് വരെ എത്താനുള്ള പൈസ വീട് വരെ എത്താനല്ല, ചങ്ങനാശ്ശേരി എത്തിയാൽ പോരെ? വീട് വരെ എത്തണമെങ്കിൽ 80 രൂപ അത്രയേ ഉള്ളൂ. അത് 2, 4, 6 രൂപ എത്ര ഉണ്ട്? 3, 220. ഒന്നില്ലെങ്കിൽ ഹബ്ബിൽ ചെല്ലുക. അത് ബസ്സിന് പോകാന്ന് വെച്ചാൽ പൈസ കൂടുതലായിരിക്കും. നടന്നു പോകാൻ നോക്കണ്ട, നടന്നു പോകാൻ പറ്റില്ല. ചേട്ടൻ അവിടെ എത്തത്തില്ല, ദൂരമുണ്ട് ഇവിടുന്ന്. ഒന്നില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയിട്ട് ടിക്കറ്റ് എടുക്കുക. ഒത്തിരി പൈസ ആകത്തില്ല. ചങ്ങനാശ്ശേരി പോകാൻ അറിയാമല്ലോ. ഒത്തിരി ദൂരം ഇല്ല. അവിടെ ചെല്ലുക. ഇപ്പം ആ വീഡിയോയിൽ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ആ ചേട്ടൻ പറയുന്നത് ക്ലിയർ അല്ല എങ്കിൽ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു മാർത്താണ്ഡത്തുള്ളൊരു പുള്ളിയാണ്. ഇപ്പം ഞാനിപ്പം വണ്ടി ഇപ്പം വയറ്റിലേക്ക് കിടക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ചങ്ങനാശ്ശേരിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചങ്ങനാശ്ശേരിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്ത് ഓട്ടം പോകാൻ വല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ പറഞ്ഞു വയറ്റിൽ ഹബ്ബിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ബസ്സിന് പോകാനായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വയറ്റിൽ ഹബ്ബിൽ ചെന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു നടന്നു പോകാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ നടന്നു പോകുമ്പോൾ ദൂരമുണ്ട്, ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വെച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു. നടന്നു പോകണം എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ചേട്ടാ പൈസ ഇല്ലാണ്ട് എങ്ങനെ നടന്നു പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൈസ തരത്തില്ല ചേട്ടാ, ഞാനിപ്പോൾ അതിനെപ്പറ്റി തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരാളും കൂടി എന്നെ പറ്റിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടനൊരു കാര്യം ചെയ്യും, ഞാൻ ബസ് സ്റ്റോപ്പ് എങ്ങനെ വയറ്റിൽ ഹബ്ബിൽ ചെല്ലി ഏതെങ്കിലും കണ്ടക്ടറോട് കാര്യം പറഞ്ഞാൽ അവർ ഇറക്കി വിടും. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ നാട് മാർത്താണ്ഡത്താണ്, പുള്ളിക്ക് പോകണമെങ്കിൽ വയറ്റിലെ പുള്ളി ഇപ്പോൾ പാലക്കാട് പണി കഴിഞ്ഞിട്ട് വന്ന വഴിയാണ്. നടൻ സംഭവം ട്രെയിനിൽ വെച്ച് പുള്ളിയോട് ഒരാൾ 2 പിള്ളേർ വന്ന്, പിള്ളേരെന്നാണ് 2 പേര് വന്നിട്ട് ഫോൺ ചോദിച്ചു. പുള്ളി ഫോൺ കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് പുള്ളിയുടെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് മൂക്കിയിട്ടിടിച്ച് പുള്ളിനെ നിലത്തിട്ടിട്ട് പുള്ളിയുടെ പൈസയും പുള്ളിയുടെ പേഴ്സും പുള്ളിയുടെ ഫോണും എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് പുള്ളി അവിടുത്തെ റെയിൽവേ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാണ്ട് പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞ് ഇറക്കി വിട്ടു. കംപ്ലയിൻ്റ് എന്താ എഴുതി മേടിച്ചെന്നാണോ മേടിച്ചില്ലെന്നാണോ അറിയില്ല. അവിടുന്ന് കംപ്ലയിൻ്റ് ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സൂക്ഷിക്കണം, ഇനി ഇങ്ങനെ വരരുതെന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് പുള്ളിനെ അവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് പുള്ളി പറഞ്ഞു. ഇറക്കി വിട്ടെന്നാണ് ഇറക്കി പോകുന്നതാണ് അറിയില്ല. അപ്പോൾ പുള്ളി ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു കുറച്ച് ഇപ്പോൾ പുള്ളി വിറക്കുക. ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി അവിടുത്തെ റെയിൽവേ പോലീസിനോട് പൈസ ചോദിച്ചപ്പോൾ അവരും കൊടുത്തില്ല. അപ്പോൾ അവിടുത്തെ റെയിൽവേ പോലീസ് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറി പൊക്കോ, പിടിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, പിടിക്കണ വരാൻ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇപ്പോൾ ട്രെയിൻ മാർത്താണ്ഡത്തേക്ക് പോകുന്ന വഴി എറണാകുളത്ത് വെച്ച് TTR പിടിച്ച് പുള്ളിനെ ഇറക്കി വിട്ടു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കടവന്തറ വരെ വയറ്റില വരെ നടന്നു വന്നാണ് പുള്ളി. അപ്പോൾ പുള്ളി ആകെ 2 ദിവസമായി കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൈയൊക്കെ വിറയ്ക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാ കുറച്ച് എന്തെങ്കിലും പൈസ വണ്ടിക്കൂലി തരാമെന്ന്. ഞാൻ പറഞ്ഞു പൈസ തരത്തില്ല, എല്ലാവരും ഇപ്പോൾ ഈ പേരും പറഞ്ഞ് ഒരുപാട് പേര് ഇപ്പോൾ ഉടായ്പേൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്, പൈസ ഉണ്ടെങ്കിലും തരാൻ പറ്റത്തില്ല ചേട്ടാ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷെ സംസാരിച്ച് കൂടുതൽ സംസാരിച്ച് പുള്ളി പറഞ്ഞു പുള്ളിയുടെ കണ്ണ് കലങ്ങി കിടക്കുക, മൂക്ക് ഇടിച്ച് നല്ല ഇടി കിട്ടിയ മൂക്കിങ്ങനെ ചളുങ്ങിയിരിക്കുന്നുണ്ട്, കറുത്ത് കരുവാളിച്ച് കിടക്കുക, കണ്ണ് ചുവന്ന് കിടക്കുക, ഇടി കിട്ടിയിട്ടുണ്ടെന്നായിരുന്നു സത്യം. അത് പുള്ളി പറഞ്ഞത് വെച്ച് പുള്ളിനെ ഫോൺ എടുക്കാൻ വേണ്ടി ഇടിച്ചതായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എന്തായാലും പൈസ ഇന്നലെയും കൂടി എന്നെ ഒരാൾ പറ്റിച്ച് 100-500 രൂപ പോയതേ ഉള്ളൂ, ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ്, ചേട്ടന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് കുടിക്കാൻ വെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. ഞാൻ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വെള്ളം, പക്ഷെ ആ ഒരു 1/2 ലിറ്റർ കുപ്പിയിലെ വെള്ളം മൊത്തം പുള്ളി കുടിക്കാൻ പറ്റുന്നില്ല. ഈ ദാഹിച്ചിട്ട് ആ വെള്ളം മൊത്തം പുള്ളി ഒറ്റടിച്ച് കുടിച്ചു തീർത്തു. എന്നിട്ട് പിന്നെ എനിക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടി അമ്മ എനിക്ക് 2 പഴം തന്നിടാറുണ്ട്. ഞാൻ പിന്നെ ആ പഴം എടുത്ത് പുള്ളിക്ക് കൊടുത്തു. പുള്ളി കൈ വിറച്ചാണ് കഴിക്കുന്നത്. ഇപ്പം ഈ നമ്മുടെ എന്താ പറയുക, ഞാൻ ചോദിച്ചു മലയാളിയാണോ ഹിന്ദിക്കാരാണോ തമിഴന്മാരാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് മലയാളികൾ തന്നെയാണ്. ഞാൻ ഇപ്പോഴും കൂടി മനസ്സിൽ സംസാരിച്ചത് വെച്ചേ ഉള്ളൂ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രൗഡ് ആകുന്നൊരു കാര്യമാണ് മലയാളികൾ
പരസ്പരം സഹായിക്കുന്നവരാണ്, ഹെൽപ്പ് ചെയ്യുന്നവരാണ്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുന്നവരാണ്. ഇവിടെ ആരും കള്ളവുമില്ല, ചതിയില്ല, ആരും പറ്റിക്കത്തില്ല. നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഏത് രാത്രി എന്ത് കയറി ചെന്നാലും നമുക്ക് അവർ പോലീസ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പരസ്പരം സഹായിക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ആ പുള്ളി പറഞ്ഞ് വെച്ചെന്താന്ന് പറഞ്ഞു, ഇനി മേലെ കേരളത്തിലേക്ക് ഞാൻ വരത്തില്ല എന്ന്. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. അത് ചെയ്ത ഏത് തന്തയില്ലാത്തവന്മാരാണെങ്കിലും ഈ കർമ്മബലം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ചെയ്ത് തെണ്ടിത്തരാ ചെയ്ത്. അവസാനം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പുള്ളിക്ക് എന്തായാലും ട്രെയിന് ചെൻ്റെ പൊക്കമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു 60 രൂപ, ഓട്ടോ ഇല്ല, പൈസ കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു 60 രൂപ കൊടുത്തു. ഞാൻ പ്രചാരം ട്രെയിൻ ചങ്ങനാശ്ശേരി വരെ ട്രെയിൻ പോയത്ര പൈസയുടെ ആവശ്യമില്ല എന്നും പറഞ്ഞ ഒരു 60 രൂപയും കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് 2 പഴവും ഞാൻ എടുത്തു കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. ആ വീഡിയോ പുള്ളി പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാനൊരു ക്ലാരിറ്റി കൊടുത്തു. അപ്പോൾ എന്തായാലും ആ ചെയ്തവന്മാർ ഭയങ്കര ചെറ്റത്തരാണ് ചെയ്തത്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വേറൊരു ചാനലിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്നെ ഹിന്ദിക്കാരൻ ഇന്നലെ ഒരു ഹിന്ദിക്കാരി എന്നെ പറ്റിച്ചു. മറ്റേ കണക്കിലെ മാനിപ്പുലേറ്റ് ചെയ്ത് 500 കൊടുക്കുക, 500 തിരിച്ച് 200 മേടിക്കുക. അങ്ങനെ അത് പറ്റിച്ചിട്ട് ഞാൻ ആ പൈസ തിരിച്ച് പിടിച്ച് മേടിച്ച്. മലയാളത്ത് അവളുടെ പണിയും നടക്കത്തില്ലെന്ന് അവൾ, അല്ലെങ്കിൽ എൻ്റെ എല്ലാ മലയാളികൾക്കും ഞാൻ കാരണം നാണക്കേടാവും. ആ പൈസ ഞാൻ തിരിച്ച് മേടിച്ച് കഥ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇപ്പം ലീവിന് വന്ന സമയത്ത് യൂബർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഒരു അവസരം കൂടിയാണല്ലോ യൂബർ എന്ന് പറയുന്നത്. എന്തായാലും കുറേ ഒരു ദിവസം ഒരുപാട് അനുഭവങ്ങളാണ് ജീവിതത്തിലൂടെ കടന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എനിക്കിപ്പോൾ യൂബർ ഓടിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്തായാലും എന്ത് പറ്റിക്കുവാണെങ്കിലും സാരമില്ല, പോട്ടെ, ഒരു 60 രൂപയുടെ കാര്യമില്ല. ഇനിയിപ്പോൾ സത്യമാണെങ്കിൽ ഞാൻ കൊടുക്കണ്ടെന്ന് തന്നെ ഓർത്ത്. പക്ഷേ അത് പുള്ളി പറഞ്ഞ സത്യമാണെങ്കിൽ ഒരാൾ വന്നിട്ട് സഹായിച്ചില്ലെങ്കിൽ അത് മോശം. അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ കാരണം ഉണ്ടായൊരു തെറ്റിന് ഞാൻ കാരണം ഒരു പ്രായശ്ചിത്തം ഉണ്ടാണെങ്കിൽ ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ പറ്റിക്കുവാണെങ്കിലും പോട്ടെ, എത്ര രൂപ പറ്റിച്ചും അല്ലാണ്ടൊക്കെ പോകും. എനിവേ, പിന്നെ കാണാം. ഇവിടെ ഇങ്ങോട്ട് മാറി ചോദിച്ചോ? വീണ്ടും വന്ന് മലയാളിയാണോ? മലയാളത്തിൽ സംസാരിക്കണോ? നല്ല സൂപ്പറായിട്ട് നല്ല സംസാരിക്കും. എന്നിട്ട് പിന്നെ കൊടുക്കാത്തവണ്ണം സംസാരിച്ചു മൂക്കിടിച്ചോ? മൂക്കിൽ ബ്ലഡ് പാഞ്ഞു. ഇവിടെ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റി. ചേട്ടൻ്റെ മുഖത്ത് കാണുന്ന അതാണോ? ഓ, കണ്ണ് കഴിക്കണോ? എത്ര അറിയാമോ? പിന്നീട് പൈസ എടുത്തു. 310 ടീച്ചർ കാർഡ് പോയി. എന്നിട്ട് ഒന്നും ചെയ്യില്ല. പറയ്ക്കുന്നുണ്ട് രാവിലെ ഏത് സ്റ്റേഷനാണ് കൊടുത്തത്? പാലക്കാട് പോലീസ് സ്റ്റേഷനിലാണ്. പാലക്കാട് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനാണോ? അതിൽ പറ്റത്തിലുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത പോലീസ് സ്റ്റേഷനാണോ? പാലക്കാട് തന്നെയല്ലേ? എന്നിട്ടാ അവർ പറഞ്ഞു ഇനി അങ്ങനെ ട്രെയിനിൽ കയറി പോകാൻ പറ. അവർ ട്രെയിനിൽ കയറി പോകാൻ റെയിൽവേയിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നോ? എന്നിട്ടാ ട്രെയിനിൽ കയറി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ അവരടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞില്ല, അവിടെ ഇന്നവരുടെ സംഭവം പറഞ്ഞു. അവർ പറഞ്ഞു പ്രശ്നമില്ല, പിടിച്ചാൽ ഞങ്ങൾ പരാതി. ട്രെയിന് ഇവിടം വരെ വന്നു, ഇവിടുന്ന് പിടിച്ചാൽ കിട്ടും. ചേട്ടന് ചങ്ങനാശ്ശേരി വരെ നടന്നു പോകത്തില്ല. ചേട്ടൻ എൻ്റെ അഴിച്ച രാത്രി ചേർന്നോ? ചങ്ങനാശ്ശേരി നടന്നു പോക്ക് നടക്കുന്നത്. എന്നാ ഇത് 2 പഴം കഴിച്ചു. ഞാൻ വന്നു വിട്ടാ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി. ചങ്ങനാശ്ശേരി വരെ ബസ്സിൽ പൈസ വേണ്ട. ഇവിടെ അടുത്ത് ഹബ്ബുണ്ട്, ആ ഹബ്ബിൽ ചെല്ലണം. ചങ്ങനാശ്ശേരി ബസ് ചോദിച്ചാൽ മതി. എന്തായാലും കുറെ പേര് എൻ്റെ കുറെ പൈസ പോകും. പക്ഷെ ചേട്ടൻ പറയണ സത്യമാണോ? ഞാൻ അത് ക്രിസ്ത്യാനി അല്ല ഞാൻ, പക്ഷെ ക്രിസ്ത്യാനി വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ചേട്ടൻ ചങ്ങനാശ്ശേരി ഒരു എത്ര രൂപ ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് നാട്ടിൽ വന്ന സത്യം പറയാൻ പോയാൽ കയ്യിൽ മൊത്തത്തിൽ 80 രൂപയാവും. ചങ്ങനാശ്ശേരിക്ക് എത്ര രൂപ എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യും, ട്രെയിന് പോവും, അത്രയും പൈസ ആകത്തില്ല. എന്നെ ഇപ്പം എനിക്കിപ്പോൾ ഒരു അനുഭവം, ഇന്നലെ ഒരു അനുഭവം ഉണ്ട്. ഒരു ഹിന്ദിക്കാർ എന്നെ പറ്റിച്ചുകൊണ്ട് 500 കൊണ്ട് പോയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. 500? അത് വേറെ കഥ. കുറേ പേര് പറ്റിച്ച് കുറേ പൈസ പോയി. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ സത്യമാണോന്നും എനിക്കറിയില്ല. ടിക്കറ്റ് എടുക്കുക,
ചങ്ങനാശ്ശേരി ചെല്ലുക. കള്ളമൊന്നുമില്ല, നിങ്ങൾ നോക്കണ്ടോ അങ്ങനെ കള്ളമെങ്കിൽ സാരില്ല, കള്ളനാണെന്നല്ല, ഇവിടെ കുറേ പേര് ഉഡായിപ്പ് തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇപ്പം എന്നെ പോലെ ഒരു 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 1000 രൂപയായില്ലേ. നമ്മൾ ഓട്ടോ ഇല്ലാണ്ട് കിടക്കുക. നമ്മൾ ഈ വണ്ടിയൊക്കെ ഉണ്ടെന്നുള്ള ഗ്ലാമറേ ഉള്ളൂ, ഓട്ടോ ഇല്ല. പണി ചെയ്യാതെ നോവാതെ സമ്പാദിക്കുന്നത് കാര്യമില്ല. ചേട്ടന് പെട്ടെന്ന് ഇത്രയും പൈസ ആകത്തില്ല, എന്തെങ്കിലും മേടിച്ച് കഴിക്കും കൂടി ചെയ്യട്ടാ. ശരി, ഞാൻ ഇനി വന്നാലേ പോവാം. അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ പൈസ കുറവ്, കമ്മി, ജാസ്തി കിടയാത്. ബസ്സിലാണ് കൂലി ജാസ്തി. ചേട്ടൻ വിറയ്ക്കുന്നുണ്ട്. വിറയ്ക്കുന്ന വെച്ചാൽ ഒന്ന് മരിച്ചു പോയി 2 ദിവസമായി. കാര്യമില്ല, അത് ഈ ദൈവം എന്ന് പറഞ്ഞ ആളുണ്ട്. ചെയ്തവന്മാർക്ക് എന്തായാലും, ഞാൻ വിശ്വാസിയൊന്നുമല്ല, പാതി വിശ്വാസിയാണ്. പക്ഷെ അല്ല, വെള്ളം കുടിക്കാൻ പൈസ ഇല്ലാതെ ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ള പോലെ വെള്ളമായിട്ട് കൊടുക്കും. അതും അടച്ചടച്ചടച്ച് കുടിക്കാൻ പറ്റ പാട്. ഞാൻ ഓക്കെ എന്നാ ശരി. വലിയ നന്ദി. ഓക്കെ.